ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും കാത്തിരുന്ന നിങ്ങളുടെ +2 മാത്സ് സേ ബാച്ച് 2025 സേ ബാച്ച് ഇന്ന് മുതൽ തുടക്കം കുറിക്കുവാണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ദ ലാസ്റ്റ് ചാൻസ് എന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്? സാറേ ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്ത വർഷം എഴുതാൻ മേലെ, അതിൻ്റെ അടുത്ത വർഷം എഴുതാൻ മേലെ പറ്റും, നമുക്ക് എത്ര വർഷം വേണമെങ്കിലും എഴുതാം. പക്ഷേ ഈ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്, എടാ മക്കളെ, സേവ് ആൻ ഇയർ, അതാണ് സേ എന്ന് പറയുന്നത്. ഈ വർഷം നമുക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണമെങ്കിൽ ഈ ഒരു വർഷം കളയാതെ നമുക്ക് സേ എക്സാം എഴുതി ജൂലൈയിൽ തന്നെ, ജൂണിലാണ് എക്സാം എങ്കിൽ ജൂലൈയിൽ തന്നെ റിസൾട്ടും വന്ന് സർട്ടിഫിക്കറ്റും കിട്ടി നമുക്ക് വേറൊരു കോഴ്സിന് പോകാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ ലാസ്റ്റ് ചാൻസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മക്കൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വർഷക്കാലം എടുത്ത് പഠിച്ച ആ ഒരു സിലബസ് പഠിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വെറും ഒരു മാസമാണുള്ളത്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഇടണമെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ എന്നെ പരിചയപ്പെടുത്തുവാണ്. എൻ്റെ പേര് അനന്തു, ഞാനൊരു മാത്സ് അധ്യാപകനാണ് മക്കളെ. അതുകൊണ്ട് മാത്സിൻ്റെ ക്ലാസ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. എന്നോട് പേഴ്സണലായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ, മാത്സിൻ്റെ ക്ലാസ് മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാനൊരു മാത്സ് അധ്യാപകനാണ്. ഓക്കെ, ഇനി എൻ്റെ ടീച്ചിങ് എങ്ങനെയുണ്ട് എന്ന് അറിയണമെങ്കിൽ മക്കളെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കുക. എൻ്റെ മക്കൾസ് തന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് മോശമാണ് ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതിരിക്കാം. ഞാൻ പറയുന്നത് മക്കളെ, എല്ലാവരോടും ജോയിൻ ചെയ്യണം എന്ന് നിർബന്ധിച്ച് പറയുമൊന്നുമല്ല. നിങ്ങൾ എവിടെയെങ്കിലും ചേർന്ന് എങ്ങനെയെങ്കിലും പഠിച്ച് ഈ ഒരു മാസക്കാലം നന്നായിട്ട് യൂസ് ചെയ്ത് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഞാൻ പറയുന്നത് തോറ്റുപോയ കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ 10th ആണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണണം കേട്ടോ മക്കളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ 10th ആണ്. കാരണം +2 നിങ്ങൾ ജയിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ 30 ദിവസം നന്നായിട്ട് എഫേർട്ട് ഇടുക. ഇന്ന് 24/5/2025 ആണ്. നിങ്ങളുടെ മാത്സിൻ്റെ സേ എക്സാം 25/6/2025, അതായത് ജൂൺ 25-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എന്ന് പറയുന്നത് 24-ാം തീയതി, ജൂൺ 24-ാം തീയതി വരെ നിങ്ങൾക്ക് പഠിച്ചിട്ട് 25-ാം തീയതി ഫ്രഷ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പോവാം. അപ്പോൾ ഈ ഒരു മാസക്കാലം നമ്മൾ ഒരുമിച്ചായിരിക്കും മുന്നേറാൻ പോകുന്നത്. ഓക്കെ, ഒരു മാസക്കാലം നമ്മൾ ഒരുമിച്ച് മുന്നേറാൻ പോകുന്നു. നമ്മൾ ഓരോ ദിവസവും കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകുന്നു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്, അതെല്ലാം ഞാൻ കാര്യം വിശദമായിട്ട് പറയാം. അപ്പോൾ മക്കളെ, നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ കണ്ടല്ലോടാ. ഈ മെയ് മാസം ഇന്ന് 24-ആണ്, ഒരാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മെയ് കഴിയും. പിന്നെ നമ്മുടെ മുന്നിൽ ഒരു മാസം നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. ജൂൺ 1st വീക്ക്, 2nd വീക്ക്, 3rd വീക്ക്, 4th വീക്കിലെ ഈ ഒരു ദിവസം, അതാണ് നമ്മുടെ മാത്സ്. 4th വീക്കിലെ ഈ ഒരു ദിവസമാണ് മക്കളെ നമ്മുടെ മാത്സ് എക്സാം, 25-ാം തീയതി. ഓക്കെ, അപ്പോൾ ദിവസങ്ങൾ ഇത്ര പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയണം മക്കളെ. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ധാരാളം ദിവസമുണ്ട്. അപ്പോൾ ഇത്ര ദിവസം കൂടെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് നിങ്ങൾക്ക്. മക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ +2 എക്സാം നിങ്ങൾ എത്ര ദിവസം പഠിച്ചു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ എക്സാമിന് 2-3 ദിവസം മുമ്പ് മാത്രമായിരിക്കും നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് പഠിച്ചത് അല്ലേ. അപ്പോൾ ഒരു വർഷം പഠിച്ച സിലബസ് ഈ 30 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. മക്കളെ, ഞാൻ പറയില്ലേ, 2ഉം 3ഉം മാർക്കുള്ള കുട്ടികൾ വരെ ഇപ്പോഴത്തെ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. +1-ൽ 2 മാർക്ക് 3 മാർക്ക് കിട്ടിയ കുട്ടികൾ. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. അവരെന്നോട് ചോദിച്ച കാര്യം, സാറേ എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നാണ്. ഞാൻ പറയുന്ന മക്കളെ, എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ 100% ഉറപ്പാണ് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ജയിക്കത്തില്ല. കാരണം എന്താണ്, ഞാൻ പഠിപ്പിക്കുന്നത് വളരെ ബേസിക് ലെവലിൽ തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും അത് ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങൾ പകുതി ഞാനും പകുതി നിങ്ങളും, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു മാസക്കാലം കിടിലനായിട്ട് പഠിക്കാം. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ? മക്കളെ, നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ആപ്പ് വഴിയാണ് നമ്മുടെ ക്ലാസ്സുകൾ. പൈറസ് ലേണിംഗ് അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. സോ അതുവഴിയായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ അതിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും തരുന്നത്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെക്കോർഡ് ക്ലാസ്. എന്തുകൊണ്ടാണ് റെക്കോർഡ് ക്ലാസ്? ലൈവ് ക്ലാസ് എന്താണ് സാർ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, റെക്കോർഡ് ക്ലാസ്സിന് നിങ്ങൾ അറിയുന്ന ഒരു ഗുണമുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ എത്രത്തോളം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം അല്ലേ. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് പല ഡൗട്ടുകൾ കാണും. വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റെക്കോർഡ് ക്ലാസ് ഇടുന്നത്. മക്കളെ, റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എത്ര സമയം വേണമെങ്കിലും എടുക്കാം, എത്ര സമയം എടുത്ത് വേണമെങ്കിലും വളരെ സ്ലോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ ഒരിക്കലും ക്ലാസ് മിസ്സാകും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ഈ 24-ാം തീയതി നമ്മൾ തുടങ്ങുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 24 ജൂൺ വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു 20-ാം തീയതി ജൂണിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒറ്റ ക്ലാസ് പോലും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ദിവസങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മുടെ ആപ്പ് വഴിയാണ് ക്ലാസ്. ആപ്പിനകത്ത് റെക്കോർഡ് ക്ലാസ് ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ക്ലാസ്സുകൾ ഓരോ ചാപ്റ്റർ വൈസ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് നല്ല കിടിലിനായിട്ട് പഠിക്കാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചു പോയാൽ മതി. പക്ഷെ അതെങ്കിലും പഠിക്കണം. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ 36 എബവ് ഡബിൾ പാസിന് അപ്പുറം, ശരിക്കും 10 മാർക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് 2 മാർക്കൊക്കെ വേണ്ട കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 36-നും 46-നും ഇടയ്ക്കുള്ള മാർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും മക്കളെ നമ്മുടെ ക്ലാസ്സുകൾ. അതായത് ഡബിൾ പാസിന് അപ്പുറം 100% നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. ഇനി എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കുമോ? എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുമോ? ഇല്ല. എല്ലാ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ +2-ലെ നിങ്ങൾക്ക് അറിയാം, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ പഠിക്കത്തില്ല. ഞാൻ പറയുവാണ്, കോൺഫിഡൻസോടെ പറയുവാണ് മക്കളെ, അത് നമ്മൾ പഠിക്കാതെ തന്നെ, അത് നിങ്ങളെ പഠിപ്പിക്കാതെ തന്നെ ഞാൻ ജയിപ്പിക്കും. അതൊന്നും പഠിപ്പിക്കാതെ തന്നെ ഞാൻ നിങ്ങളെ ജയിപ്പിക്കുമെന്ന് എൻ്റെ കോൺഫിഡൻസ് ആണ്. ധൈര്യമായിട്ടിരിക്കും നിങ്ങൾ, ഞാൻ ജയിപ്പിക്കാടാ. പക്ഷേ എൻ്റെ കൂടെ കൂടി കറക്റ്റായിട്ട് പഠിക്കണം. ഞാൻ പറയണ ഇടാ മക്കളെ, എവിടെയെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചോ, പക്ഷേ കാര്യം അറിഞ്ഞ് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക. എവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. എന്നോടൊരു കുട്ടി പറഞ്ഞാണ്, സാറേ മെട്രിക്സിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് എനിക്ക് ലെറ്റേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്പേഴ്സ് ആയത് ഞാൻ ചെയ്യായിരുന്നു. കാരണം എന്താണ്? കൺസെപ്റ്റ് അറിയാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. 2 മാർക്കോ 1 മാർക്കോ 0 മാർക്കോ 4 മാർക്കോ കിട്ടിയ കുട്ടികളായിക്കോട്ടെ, സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ എഫേർട്ടാണ്. ഒരു ദിവസം എത്രത്തോളം പഠിക്കണം, ഇതെല്ലാം നിങ്ങളുടെ എഫേർട്ടാണ്. ഇനി എങ്ങനെ പഠിക്കാം അതും ഞാൻ പറയാം. മക്കളെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ നൽകുന്നത്. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും നൽകുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം, അതൊരു കാര്യം. ഇനി ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ നൽകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരും, PYQ തരും. ഇതെല്ലാം നമുക്ക് ചെയ്ത് പഠിക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു നോട്ട്ബുക്ക് എടുക്കണം. ഒരു നോട്ട്ബുക്ക് മസ്റ്റായിട്ട് നിങ്ങൾ നേരത്തെ ഉണ്ടെങ്കിൽ പോലും പുതിയൊരു നോട്ട്ബുക്ക് എടുക്കുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. പിന്നെ വേറൊരു നോട്ട്ബുക്ക്, സെക്കൻഡ് നോട്ട്ബുക്ക് 2. ഇത് നോട്ട്ബുക്ക് 1 ആണ്. പിന്നെ ഒരു നോട്ട്ബുക്ക് 2. അതൊരു പഴയ നോട്ട്ബുക്ക് ആയാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇതൊരു പഴയ നോട്ട്ബുക്ക് ആയാലും കുഴപ്പമില്ല. പേജുള്ള നോട്ട്ബുക്ക് എടുക്കുക. എന്തിനാണ്? ഇതാണ് നമുക്ക് എഴുതി പഠിക്കാനുള്ള നോട്ട്ബുക്ക്. ഇത് നമുക്ക് എഴുതി പഠിക്കാനുള്ള നോട്ട്ബുക്ക്. ഈ ഫസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു 2 തവണയെങ്കിലും മിനിമം എഴുതി പഠിക്കാനായിട്ട് ഈ ഒരു നോട്ട്ബുക്ക് ഉപയോഗിക്കുക. എടാ മക്കളെ, 30 ദിവസമേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 20 ദിവസമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ദിവസങ്ങൾ വളരെ ചുരുക്കപ്പെട്ടിരിക്കുവാണ്. അപ്പോൾ ആ ദിവസം നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. ഓക്കെ, ഈ ആദ്യം തൊട്ടേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ സമാധാനത്തോടെ പഠിക്കാം. പക്ഷേ കുറച്ചങ്ങോട്ട് വരും തോറും ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, ഇതിൻ്റെ കൂടെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കേണ്ട കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, പഠിക്കുക. സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതുക, വീണ്ടും എഴുതി പഠിക്കുക. ഓക്കെ, എന്നിട്ട് തന്നെ ചെയ്തു നോക്കുക. ഞാൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരും, എന്നിട്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് എങ്ങനെ ക്ലിയർ ചെയ്യാം? ഡയറക്റ്റായിട്ട് എന്നോട് ചോദിക്കുക. ഇത് ഞാനാണ്, എന്നോട് തന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചു ചോദിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ച്, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് എന്നോട് തന്നെ ചോദിക്കാം. ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. ഇതിന് ഇടനിലക്കാരാരുമില്ല, ഞാൻ തന്നെയായിരിക്കും. എന്നെ ഫോൺ വിളിക്കാതിരിക്കുക, കാരണം നല്ല തിരക്കായിരിക്കും. എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടേക്കുക, സാറേ ഇതെങ്ങനെ വന്ന്. എൻ്റെ മക്കൾക്കറിയാം എങ്ങനെയാണ് ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരുന്നതെന്നല്ലേ. എപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. എൻ്റെ കുട്ടികൾക്ക് ഡൗട്ട് എപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. ഇല്ല എന്ന് ഏതെങ്കിലും ഒരു കുട്ടി വന്ന് പറയട്ടെ, ഞാനപ്പോൾ സമ്മതിക്കും, അല്ലേ. കാരണം തിരക്കുണ്ടായിരിക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞ ശേഷം എന്തൊക്കെ വളരെ ചെറിയ ഡൗട്ടുകളൊക്കെ ചോദിക്കും. സാർ ഇവിടെ 4 പകരം 2 അല്ലേ സാർ വന്നത്, അതെങ്ങനെ വന്നു? അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ അതിൻ്റെ വോയിസ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ടുകൾ വളരെ കുറച്ച് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ, അതെനിക്കറിയാം. അപ്പോൾ മക്കളെ, ഇങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ കിടിലിനായിട്ട് പഠിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്സ് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ മാത്സ് ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റായി മാറും.
ഫേവറേറ്റ് സബ്ജക്റ്റായി മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഫീ എന്ന് പറയുന്നത് 1499 സാറ് യൂട്യൂബിൽ ക്ലാസ് ഇടാൻ വയ്യേ, എന്തുകൊണ്ടാണ് ഫീസ് മേടിച്ച് ക്ലാസ് ഇടുന്നത്? മക്കളെ, ഈ ഒരു മാസക്കാലം ഞാൻ നിങ്ങളോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. ധാരാളം എഫേർട്ട് ഞാനും ഇടണം, അത്ര എഫേർട്ട് നിങ്ങളും ഇടണം. അപ്പോൾ അതിനൊരു കാര്യം എന്ന് പറയുന്നത് അതിന് എഫേർട്ട്, അതിൻ്റെ സമയത്തിനുള്ള ഒരു ഫീസാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. സോ ഇതാണ് നമ്മുടെ ഫീസ്. ഓക്കെ, താല്പര്യമുള്ള കുട്ടികൾ ഈ നമ്പർ 8118144556 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് ഞാൻ താഴെ ഓൾറെഡി സ്ക്രോൾ ഇട്ടിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വിളിക്കാതിരിക്കുക മക്കളെ, തിരക്ക് കാരണം ചിലപ്പോൾ ഫോൺ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട ഇത്രയേ ഉള്ളൂ, +2 സേ മാത്സ് എന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പം എനിക്ക് കാര്യം മനസ്സിലാവും, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ബാച്ചിൽ കാണാം. ഇനി നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ട് സേ എക്സാം എഴുതാനുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല കിടിലിനായിട്ട് നമുക്ക് പഠിച്ചു പോകാം മക്കളെ. അപ്പോൾ ഇനി യൂട്യൂബിൽ പറ്റുന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ഇടാം. ഫുൾ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലായിരിക്കും നൽകുന്നത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. നല്ല കിടിലിനായിട്ട് പഠിച്ച് ബേസിക് കൺസെപ്റ്റ് തൊട്ട് പഠിച്ച് നമ്മൾ മുന്നേറാൻ പോവുകയാണ് മക്കളെ. അപ്പോൾ ഒരുമിച്ച് മുന്നേറാം. എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുവാണ്. അതോടൊപ്പം നന്നായിട്ട് പഠിക്കുക എൻ്റെ എല്ലാ മക്കളും, ബാച്ചിലുള്ള മക്കളും അല്ലാത്ത മക്കളും എല്ലാവരും എൻ്റെ മക്കൾസാണ്. മക്കളെ ഏറ്റവും കൂടുതൽ പേര് തോറ്റിരിക്കുന്നത് മാത്സിനാണ്. സോ മാത്സ് നമ്മൾ അടിപൊളിയായിട്ട് എനിക്ക് എല്ലാ മക്കളെയും ജയിപ്പിക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സേ എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം ഞാൻ വളരെയധികം കുറയ്ക്കും മാത്സിൻ്റെ കാര്യത്തിൽ. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. സോ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തേക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്രയും. എൻ്റെ പഴയ മക്കൾസ് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു നിർത്തുന്നു മക്കളെ. ഓക്കെ, ബൈ.